നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. മാറഞ്ചേരി ചേലക്കടവ് പാടത്ത് കുളിക്കാനിറങ്ങിയ 16 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. മാറഞ്ചേരി താമലശ്ശേരി സ്വദേശി റിസാനാണ് മരിച്ചത്. നെടുങ്കയം വിനോദസഞ്ചാര കേന്ദ്രം 3 മാസത്തിനു ശേഷം വനം വകുപ്പ് വീണ്ടും സഞ്ചാരികൾക്ക് തുറന്നു നൽകി. മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളുമെല്ലാം ഒരുക്കിയാണ് ടൂറിസം കേന്ദ്രം തുറന്നത്. പുതിയ അധ്യയന വർഷത്തിൽ ജില്ലയിലെ വനം വകുപ്പിന്റെ ജില്ലാ സാമൂഹിക വനവത്കരണ വിഭാഗം 1.5 ലക്ഷം തൈകൾ വിതരണം ചെയ്യും. കണിക്കൊന്ന, ഇലഞ്ഞി, മണിമരുത്, സീതപ്പഴം തുടങ്ങി 16 ഇനം തൈകളാണ് ഇത്തവണ വിതരണത്തിന് പാകപ്പെടുത്തിയത്. ദേശീയപാതയോരത്തെ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ റോഡ് നിർമ്മാണം തടഞ്ഞ് പൊന്നാനി നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം ദേശീയപാതയോരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള നടപടി എങ്ങുമെത്താത്തതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതോടെയാണ് നഗരസഭ അധികൃതരെത്തി നിർമ്മാണം നിർത്തിവെപ്പിച്ചത്. ശതാബ്ദി നിറവിലേക്ക് കടക്കുന്ന വളാഞ്ചേരി നഗരസഭയിലെ കാട്ടിപ്പരുത്തി ഗവൺമെന്റ് LP സ്കൂളിന് വാടക കെട്ടിടത്തിൽ നിന്നും മോചനമായില്ല. സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന കാട്ടിപ്പരുത്തി ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകി 1926 വിദ്യാലയം ആരംഭിച്ചത്. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് വിദ്യാലയം. ചുങ്കത്തറയിൽ മെഡിക്കൽ ഷോപ്പിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയ കേസിൽ തൃശൂർ സ്വദേശി അറസ്റ്റിൽ. തൃശൂർ പൊൻകുന്നം പാട്ടൂരാക്കൽ സ്വദേശി വിനോദ് ബാലകൃഷ്ണനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിൽ പേട്ട വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ കടലുണ്ടിക്കടവ് അഴിമുഖത്ത് ചെളിയും മണലും അടിഞ്ഞുകൂടി. നീരൊഴുക്കിന് തടസ്സമാകുന്ന രീതിയിൽ മണൽത്തിട്ട രൂപപ്പെട്ടതിനാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. ടൂറിസം സാധ്യതയുള്ള ഐനിച്ചിറ കായലോരം പാർക്ക് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. നിലവിൽ കൈവരികളുടെ പെയിന്റിംഗ് ജോലികളാണ് പുരോഗമിക്കുന്നത്. നടുവട്ടം കരിങ്കല്ലത്താണി റോഡരികിൽ ഒരു വശത്ത് കോൾനിലവും മറുവശത്ത് കായലും സംഗമിക്കുന്ന ഐനിച്ചിറ കായലോരത്ത് റോഡരികിലിന് ഇരുവശത്തും ഭിത്തി കെട്ടി പൂട്ടുകട്ട വിരിച്ച് ഇരിപ്പിടങ്ങളടക്കമുള്ളവ ഒരുക്കിയിട്ടുണ്ട്. കലാസാഹിത്യ സാംസ്കാരിക പ്രതിമാസ സംവാദ വേദിയായ വിഷൻ മഞ്ചേരി ആടുജീവിതം നോവലും സിനിമയും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. മഞ്ചേരി NGO യൂണിയൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി സാഹിത്യ നിരൂപകൻ ഡോക്ടർ N രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.